നമസ്കാരം, ഞാൻ ബിജീഷ് അരീക്കോട്. ഖത്തറിലെ വില്ലാജിയോ മാളിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ദോഹയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അസ്പെയർ സോണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2006 ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായി നിർമ്മിച്ച അസ്പെയർ സോണിനൊപ്പം പണിതതാണ് ഈ വില്ലാജിയോ മാൾ. മനോഹരമായ ഒരു നീർച്ചാലിന് ഇരുവശത്തും ലോകോത്തര ബ്രാൻഡുകളുടെയെല്ലാം ഷോറൂമുകൾ നിരന്നു നിൽക്കുന്ന കാഴ്ച. നദീതടത്തിന് ഇരുവശത്തും വ്യാപിച്ചു നിന്നിരുന്ന കാർഷിക വൃത്തി ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടിയപ്പോൾ നീർച്ചാലിന് ഇരുവശത്തുമായി വ്യാപിച്ചു നിൽക്കുന്ന അത്യാധുനികോൽപ്പന്നങ്ങൾ 21ാം നൂറ്റാണ്ടിലെ ഒരു ബദൽ സംസ്കാരമായി തോന്നിയേക്കാം. മേൽക്കൂരയിൽ കാണുന്ന ഈ വെൺമേഘങ്ങൾ ആകാശത്തിൻ്റെ ഒരു പുനഃസൃഷ്ടിയാണ്. ഭംഗിയേറിയ ആഭരണങ്ങളുടെ ഒരു കലവറ തന്നെ ഇവിടെ കാണാം. മാളിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായി വരുന്നവർക്കും അതുപോലെ ആഡംബര വസ്തുക്കളോട് ഭ്രമമുള്ളവർക്ക് അത് അനുഭവിച്ചറിയാനുമുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഒരു തെരുവിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ് എനിക്ക്. സ്വദേശീയരും അന്യദേശക്കാരുമായി നിരവധി ആളുകൾ. കുട്ടികളുടെ കളിസ്ഥലമാണിത്. മാക്ഡൊണാൾഡിൻ്റെ ഒരു സ്റ്റോർ ഇവിടെ കാണാം. അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്ന പ്രദേശം, വിളക്കുമാടങ്ങൾ, മനോഹരമായ ടൈൽ വിരിച്ച നടപ്പാതകൾ, മനോഹരമായ ഒരു പാർക്കും ഇതിനുള്ളിലായി ക്രമീകരിച്ചിരിക്കുന്നു. കൊട്ടാര സദൃശമായ ഒരു ഹാളാണിത്. വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമായ പല ദീപസ്തംഭങ്ങളും ഇവിടെ കാണാം. നീർച്ചാലിന് മറുവശത്തേക്ക് പ്രവേശിക്കാനായി ചെറിയ രീതിയിലുള്ള മേൽപ്പാലങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു.
ഈ മാളിൻ്റെ മുഖ്യ ആകർഷണമാണ് കൃത്രിമമായി പണിതെടുത്ത ആകാശക്കാഴ്ചയും അതുപോലുള്ള ഈ നീർത്തടവും. അമേരിക്കൻ വസ്ത്രനിർമ്മാണ കമ്പനിയായ ലിവിസിൻ്റെ ഒരു ഷോറൂം ഇവിടെ കാണാം. കവാടത്തിൽ തന്നെ ഭംഗിയാർന്ന വസ്ത്രങ്ങൾ ധരിച്ച് സ്വാഗതമരുളുന്ന മനുഷ്യക്കോലങ്ങൾ. വെനീഷ്യൻ ശൈലിയിലുള്ള ഗോണ്ടോളകൾ മാത്രമല്ല, മാളിനു ചുറ്റും ചുറ്റി സഞ്ചരിക്കാനായി ഇരുനിലകളിലുള്ള ഒരു ചെറിയ വാനും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. അത്യാഡംബരങ്ങളായ ബാഗുകൾ, ചെരുപ്പുകൾ എന്നിവയുടെ ഒരു ഷോറൂമാണിത്. അതിമനോഹരമായ തുകൽ ഉൽപ്പന്നങ്ങളും ഇവിടെ കാണാം. സ്പോർട്സ് വസ്തുക്കളുടെ ഈറ്റില്ലമായ ഡെക്കാത്ലോണിൻ്റെ ഒരു ഷോറൂം ഇവിടെ കാണാം. ഫ്രാൻസിൽ സ്ഥാപിതമായ ഈ കമ്പനിക്ക് ലോകമെമ്പാടും 1600-ലധികം സ്റ്റോറുകളുണ്ട്. വെള്ളിയിൽ പൊതിഞ്ഞെടുത്തതുപോലെ തോന്നിക്കുന്ന ഇത് ആടയാഭരണങ്ങളുടെ മറ്റൊരു ഷോറൂമാണ്. ഇതിനുള്ളിലെ പ്രതിമയ്ക്ക് പോലും ഒരേ നിറച്ചാർത്താണുള്ളത്. മാളിനുള്ളിലെ ഐസ് സ്കേറ്റിംഗ് ഇടമാണിത്. ഇവിടെ ആർത്തുല്ലസിക്കുകയാണ് ഈ കുട്ടിക്കൂട്ടങ്ങൾ. സ്കേറ്റിങ്ങിൽ വേണ്ടത്ര പരിചയം സിദ്ധിക്കാത്തവർ മറ്റു ചില ഉപകരണങ്ങളുടെ സഹായത്താൽ മുന്നേറാൻ ശ്രമിക്കുന്നു. ചിലർ ശരവേഗത്തിൽ കുതിക്കുന്നതായി കാണാം. അസ്പെർ സോണിലെ കാഴ്ചകൾക്കെല്ലാം സാക്ഷിയായി നിലകൊള്ളുകയാണ് 300 മീറ്ററോളം ഉയരത്തിൽ 51 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ടോർച്ച് ടവർ. നന്ദി.